സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ആരാധനയും നന്ദിയും അർപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവവും രക്ഷിതാവും കർത്താവും അങ്ങാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, അങ്ങ് നൽകുന്ന വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ വചന ശുശ്രൂഷയിലൂടെ ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ പ്രാർത്ഥനയുടെ ഒത്തിരിയേറെ രൂപങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. പലതരത്തിലുള്ള പ്രാർത്ഥനകളെപ്പറ്റി ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥനകളുണ്ട്, സ്തുതിയുടെയും ആരാധനയുടെയും നന്ദിയുടെയും പ്രാർത്ഥനകളുണ്ട്, യാചന പ്രാർത്ഥനകളുണ്ട്, ബലിയർപ്പണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആരും തന്നെ അധികം ശ്രദ്ധിക്കാത്ത ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് രഹസ്യമായിട്ടുള്ള പ്രാർത്ഥനകളെപ്പറ്റി വിശുദ്ധ ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരാശയം ഈശോ സുവിശേഷത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ രഹസ്യമായ പ്രാർത്ഥന? ഏകാന്തതയിൽ നിശബ്ദതയിലുള്ള ഒരാരാധനയെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. ആ പ്രാർത്ഥന എന്താണ്, നമ്മളെ എങ്ങനെയാണ് ആ പ്രാർത്ഥന സഹായിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയമാണ്. ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ചിന്തകൾ നമുക്ക് ലഭിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ദൈവജനത്തിൽ നിന്ന് അകന്ന് സീനായി മലമുകളിലേക്ക് പ്രവേശിച്ച് മലമുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന മോശയെക്കുറിച്ചുള്ള ഒരു ചിത്രമുണ്ട്. 40 ദിവസങ്ങളോളം മോശ മലയുടെ മുകളിൽ യഹോവയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ദൈവത്തോടവൻ മുഖാമുഖം സംസാരിച്ചിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ആ പ്രാർത്ഥന ഇസ്രായേൽക്കാരും തന്നെ കണ്ടിരുന്നില്ല, കേട്ടിരുന്നില്ല. അവൻ രഹസ്യത്തിലാണ് ദൈവത്തോട് സംഭാഷണം നടത്തിയിരുന്നത്. പിന്നീട് സമാഗമ കൂടാരം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് മോശയും പിന്നീട് ജോഷുവായും ഒക്കെ പ്രവേശിച്ച് നിശബ്ദതയിൽ രഹസ്യത്തിൽ ദൈവത്തോട് സംസാരിക്കുന്നതിൻ്റെ ചിത്രവും പഴയ നിയമമാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ പൊതുവായിട്ടുള്ള ആരാധനയും
സ്തുതിയും നന്ദിയും പ്രകടനങ്ങളും അല്ലാതെ രഹസ്യത്തിൽ നിശബ്ദതയിൽ ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനയുടെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം, ഒരു രൂപം ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഈശോ പരസ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രമല്ല നടത്തിയിരുന്നത്, അവിടുന്ന് ജീവിതകാലത്ത് രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ശൈലിയും നമ്മൾ അനുവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായം 80-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. സ്നാപക യോഹന്നാനെക്കുറിച്ചാണ് ഈ വചനം നമ്മോട് പറയുന്നത്. സ്നാപക യോഹന്നാൻ സക്കറിയായുടെയും എലിസബത്തിൻ്റെയും മകനായി ജനിച്ച് പിന്നീട് ബാലപ്രായമെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ മരുഭൂമിയിലേക്ക് പോയി. അവൻ മരുഭൂമിയിൽ ഏകാന്തതയിൽ നിശബ്ദതയിൽ താമസിച്ചുകൊണ്ട് ദൈവവചനം, പഴയ നിയമഗ്രന്ഥങ്ങൾ പഠിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ ആത്മാവിൽ ശക്തിപ്പെട്ടു. അവൻ ആത്മാവിൽ ശക്തിപ്പെടുന്നത് മരുഭൂമിയിൽ ആയിരിക്കുമ്പോഴാണ്. മരുഭൂമി ഏകാന്തതയുടെയും നിശബ്ദതയുടെയും വിജനമായിട്ടുള്ള ഒരിടമാണ്. ഈ നിശബ്ദതയുടെ ഏകാന്തതയുടെ സ്ഥലത്ത് രഹസ്യമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ആത്മാവിൽ ശക്തിപ്പെടുന്നവനായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതേ ജീവിത ശൈലി തന്നെ ഈശോയും അനുവർത്തിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ മാമോദീസായുടെ വിവരണം കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കും: ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണവും വെള്ളവും വേണ്ടെന്ന് വെക്കുക എന്ന് മാത്രമല്ല അർത്ഥം, കൂടെയിരിക്കുക എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ നിശബ്ദതയുടെ ഏകാന്തതയുടെ മരുഭൂമിയിൽ ഈശോ ദൈവത്തോട്, പിതാവിനോട് കൂടെ ഇരുന്നതാണ് ഈ 40 ദിവസത്തിൻ്റെ ഉപവാസം എന്ന് പറയുന്നത്. നിശബ്ദതയിൽ, ശാന്തതയിൽ, സ്വസ്ഥതയിൽ ദൈവത്തോട് കൂടെയായിരിക്കുന്ന ഈശോയുടെ പ്രാർത്ഥനാനുഭവം ആരംഭിക്കുന്നത് മരുഭൂമിയിലെ 40 ദിനരാത്രങ്ങളുടെ പ്രാർത്ഥനയോടുകൂടെയാണ്. പിന്നീട് ജീവിതത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സമയങ്ങളിലും ഈശോ ഈ നിശബ്ദമായിട്ടുള്ള രഹസ്യ പ്രാർത്ഥന ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളത് മനസ്സിലാക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് അവൻ പോയി. അവൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു. അവിടുന്ന് പരസ്യ ജീവിതം ആരംഭിച്ചു. വചനം പ്രഘോഷിച്ച് പല നാടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങളും രോഗശാന്തികളും നടക്കുന്ന ഇടത്ത് ജനക്കൂട്ടം അവനെ പിൻഗമിക്കുന്നു. അനേകർ സൗഖ്യത്തിന് വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യർ കർത്താവിൻ്റെ ചുറ്റുമുണ്ട്. ഈശോ എന്താ ചെയ്യുന്നത്? ഈ ജനക്കൂട്ടത്തെ എല്ലാം ഉപേക്ഷിച്ച്, ഈ ജനക്കൂട്ടത്തിൽ നിന്ന് അകന്നു മാറി അവൻ വിജനമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ശാന്തതയുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. സ്വസ്ഥതയുടെ സ്ഥലത്തേക്ക് പോവുകയാണ്.
അവിടെ ഏകാന്തതയിൽ, സ്വസ്ഥതയിൽ, ശാന്തമായിട്ടിരുന്ന് ഈശോ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മോഡേൺ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആധുനിക ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന കലുഷിതമായിട്ടുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾക്കിടയിൽ നമ്മൾ ശാന്തമായ സ്ഥലങ്ങളിലേക്ക് മാറണം, സ്വസ്ഥമായ സ്ഥലങ്ങളിലേക്ക് മാറണം. അങ്ങനെ ശാന്തതയിൽ, സ്വസ്ഥതയിൽ നമ്മൾ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഉന്മേഷവും ചൈതന്യവും വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും ഈശോ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കർത്താവ് ശാന്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 13-14 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നു. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവിടുന്ന് ശാന്തമായി മലയിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈശോ തന്നോടുകൂടെ ആയിരിക്കുന്നതിനും സുവിശേഷം പ്രസംഗിക്കുന്നതിനും അയക്കപ്പെടുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായിട്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. നോക്കിക്കേ, ഏതൊരു വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും കർത്താവ് തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ശാന്തമായി പ്രാർത്ഥിക്കുന്നത്, സ്വസ്ഥമായി പ്രാർത്ഥിക്കുന്നത് നമ്മൾ പരിചയപ്പെടുകയാണ്. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 30-31 തിരുവചനങ്ങൾ നമ്മളിങ്ങനെ അവിടെ വായിക്കുന്നു. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കുവാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. നോക്കിക്കേ, വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കർത്താവ് പിന്മാറുകയാണ്. വിജനമായ സ്ഥലങ്ങളിലേക്ക് പിന്മാറി വിശ്രമിക്കാൻ, പ്രാർത്ഥിക്കാനായി സമയം കണ്ടെത്തുന്ന ഈശോയുടെ ഒരു രൂപം, ചിത്രം നമ്മൾ മനസ്സിലാക്കുകയാണ്. വീണ്ടും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് കർത്താവ് ശാന്തതയിലേക്ക് പിന്മാറുന്നതായി വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോ ചെയ്ത വലിയ ഒരു അത്ഭുതമെന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു എന്നുള്ള അത്ഭുതമാണ്. ജലത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നു. ജലത്തിലേക്ക് ഒരാൾ ചവിട്ടിക്കഴിഞ്ഞാൽ ജലത്തിന് സാന്ദ്രത, ആ സാന്ദ്രതയിൽ വ്യത്യാസമുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ചാവുകടലിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പൊങ്ങിക്കിടക്കും ജലത്തിൻ്റെ മുകളിൽ. അങ്ങനെ ഈ സാധാരണയായിട്ടുള്ള ഗലീലി തടാകത്തിൽ ഈശോ നടക്കുന്നതിന് മുമ്പ്, ഒരു വലിയ അത്ഭുതത്തിന് മുമ്പ് കർത്താവ് എന്ത് ചെയ്യുന്നു? അവിടുന്ന് ശാന്തതയിലേക്ക്, സ്വസ്ഥതയിലേക്ക് പിന്മാറുന്നതായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 45 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബെത്സൈദായിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. നോക്കിക്കേ, വലിയൊരു ജനക്കൂട്ടം ഈശോയെ ചുറ്റി നിൽക്കുകയാണ്. ശിഷ്യന്മാരെയും ജനക്കൂട്ടത്തെയും പറഞ്ഞ് അയച്ച്, നിർബന്ധിച്ച് അവരെ പറഞ്ഞയച്ച് ഈശോ ശാന്തമായി പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്ക് കയറുകയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് കർത്താവ് താഴേക്കിറങ്ങി വന്ന് ജലാശയത്തിൻ്റെ മുകളിലൂടെ നടന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് എത്തുന്നത്. വലിയ ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് പിന്മാറി ശാന്തമായി പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ഒരു ചിത്രം, ഒരു വലിയ അത്ഭുതത്തിന് മുമ്പ് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം നമ്മളിവിടെ ബൈബിളിൽ വായിക്കുകയാണ്.
വീണ്ടും ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായിട്ടുള്ള മരണത്തിൻ്റെ മുമ്പ് തീവ്രമായിട്ടുള്ള വേദനകൾക്കിടയിൽ, പ്രലോഭനത്തിനിടയിൽ, പരീക്ഷണത്തിനിടയിൽ ശാന്തമായി പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ടെത്തിയ സ്ഥലമാണ് ഗത്സമൻ തോട്ടം. ശിഷ്യന്മാരോടുകൂടെ ഈശോ പെസഹ ആചരിച്ച ശേഷം കർത്താവ് ശിഷ്യന്മാരെ എല്ലാവരെയും കൂടെ കൊണ്ടുപോയില്ല. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് ഒലിവ് മലയിലേക്ക് പോവുകയാണ്. ഈ ഒലിവ് മലയിലാണ് ഗത്സമൻ തോട്ടമുള്ളത്. നിറയെ ഒലിവ് മരങ്ങൾ നിറഞ്ഞ സ്ഥലം, ശാന്തമായിട്ടുള്ള സ്ഥലം. കെദ്രോൺ അരുവി കടന്ന് മലയിലേക്കാണ് പ്രവേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മലയിൽ ശിഷ്യന്മാരിൽ നിന്ന് അകന്ന് ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഒരു കൂട്ടപ്രാർത്ഥനയല്ല അവിടെ നടത്തുന്നത്. മറിച്ച് തൻ്റെ വലിയ സഹനത്തിൻ്റെ മുമ്പ്, വേദനയ്ക്ക് മുമ്പ്, പ്രയാസങ്ങൾക്ക് മുമ്പ്, വലിയൊരു തീരുമാനമെടുത്ത് കുരിശുമരണത്തിന് കീഴ്പ്പെടുന്നതിന് മുമ്പ് കർത്താവ് ശാന്തമായി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒലിവ് മല, ഗത്സമൻ തോട്ടം തിരഞ്ഞെടുത്ത് അവിടെ ശാന്തവും സ്വസ്ഥവുമായി ഏകാന്തതയിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിലാണ് ഈശോ തീരുമാനങ്ങൾ എടുത്ത് പിതാവിൻ്റെ ഹിതത്തിന് തന്നെ സമർപ്പിച്ച് കുരിശുമരണത്തിന് കീഴ്വഴങ്ങി ഗാഗുൽത്താ മലയിൽ മരിക്കുന്നത്. ഇനി ഗാഗുൽത്താ മലയിൽ കുരിശിൽ തൂങ്ങി മരിക്കുമ്പോഴും ഈശോ പിതാവിനോട് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഈശോ ചെല്ലുന്നത്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആ ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടെ തൻ്റെ ജീവിതത്തെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈശോ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ജെറുസലം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിരുന്നവനാണ്, സിനഗോഗുകളിൽ പ്രാർത്ഥിച്ചിരുന്നവനാണ്. പക്ഷേ ഈശോയുടെ ജീവിതത്തിൻ്റെ ശൈലിയായിരുന്നു രഹസ്യമായിട്ടുള്ള പ്രാർത്ഥന എന്നുള്ളത്. ശാന്തതയും സ്വസ്ഥതയും സമാധാനവുമൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ജനക്കൂട്ടത്തിൽ നിന്നെല്ലാം അകന്ന് ശാന്തമായി പ്രാർത്ഥിക്കാനുള്ള ഇടങ്ങൾ കണ്ടെത്തി അവിടെ ഈശോ ഒറ്റയ്ക്കിരുന്ന് തനിച്ചിരുന്ന് പിതാവിൻ്റെ അടുത്ത് നടത്തുന്ന രഹസ്യമായ പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ ഈ വചനഭാഗങ്ങളിലൂടെ ധ്യാനിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റേണ്ടതാണ് ഈ രഹസ്യത്തിലുള്ള ശാന്തമായിട്ടുള്ള പ്രാർത്ഥന. നമ്മൾ പൊതുവെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനകളാണ് പലപ്പോഴും നമ്മൾ ശീലിച്ചിരിക്കുന്നത്. കുടുംബത്തിലെ പ്രാർത്ഥനകൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ്, കുടുംബാംഗങ്ങൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന. ദേവാലയത്തിലെ പ്രാർത്ഥനകളെല്ലാം അനേകം ജനത്തോടു കൂടെ തന്നെയുള്ള, അവരുടെ കൂടെ ഇരുന്നുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥനകളാണ്. ധ്യാനങ്ങളും കൺവെൻഷനുകളും എല്ലാം തന്നെ ആയിരക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകളെല്ലാം നമുക്ക് ആവശ്യമാണ്. അതും ഈശോയുടെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ ഈശോ തനിച്ചിരുന്ന് നിശബ്ദതയിലായിരുന്ന് വിജനസ്ഥലത്തേക്ക് മാറിയിരുന്ന് ശാന്തമായ സ്ഥലങ്ങളിൽ പോയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്ന രഹസ്യ പ്രാർത്ഥനയുടെ ശൈലിയും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ തീർച്ചയായിട്ടും വളർത്തും എന്നുള്ളത് നിസ്സംശയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ശൈലി പിന്തുടർന്ന അനേകം വിശുദ്ധന്മാരും വ്യക്തികളും തിരുസഭയിലുണ്ട്. നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ട അനേകം ജീവിതങ്ങളുണ്ട്. താപസന്മാരായിട്ടുള്ള അനേകം വിശുദ്ധന്മാർ, അവർ വനാന്തരങ്ങളിലും ഗുഹകളിലും നിശബ്ദമായിട്ടുള്ള സ്ഥലങ്ങളിലുമൊക്കെ പോയിരുന്ന് നിശബ്ദതയിൽ വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന വ്യക്തികളാണ്. ഉദാഹരണത്തിന് വനവാസിയായിട്ടുള്ള വിശുദ്ധ അന്തോണീസ്, അദ്ദേഹമാണ് ഈജിപ്തിലെ അന്തോണിയോസ് എന്ന് പറയുന്ന വിശുദ്ധനാണ് സന്യാസ പാരമ്പര്യം എന്ന ഒരു കാര്യം ആരംഭിക്കുന്നത്. അദ്ദേഹം സിറ്റിയിൽ നിന്ന് മാറിപ്പോയി വനാന്തരങ്ങൾ കണ്ടെത്തി അവിടെ താമസിച്ച് നിശബ്ദതയിൽ വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന
താപസനായിട്ടുള്ള വിശുദ്ധനാണ്. പിന്നീട് അദ്ദേഹത്തെ പിൻചെന്ന് അനേകർ ആ ജീവിത ശൈലിയിലേക്ക് കടന്നു വന്നു. വിശുദ്ധ ബെനഡിക്റ്റ് ഇതുപോലെ തന്നെ മോന്തേ കസീനോ എന്ന് പറയുന്ന ഒരു മലയടിവാരത്തിൽ പോയിരുന്ന് ശാന്തമായി സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിച്ച് ദൈവാനുഭവത്തിൽ വളർന്ന് പിന്നീട് സന്യാസത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയിട്ടുള്ള വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, അനേകം വിശുദ്ധാത്മാക്കളുടെ ജീവിത ശൈലി ഈ രഹസ്യ പ്രാർത്ഥനയ്ക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിശബ്ദതയും നിശബ്ദമായ ഇടങ്ങളും നമ്മൾ അന്വേഷിച്ച് തീവ്രമായിട്ടുള്ള ഒരാത്മീയതയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് കടന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ നിശബ്ദമായ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു വ്യത്യാസം എന്തായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എപ്പോഴൊക്കെയാണ് ശാന്തമായി തീരേണ്ടത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ കാലയളവിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഒത്തിരിയേറെ അർത്ഥവും ഒത്തിരിയേറെ നന്മകളുമുണ്ട്. കാരണം നമ്മളെല്ലാവരും ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നവരാണ്. ഇവിടെ പോയാലും വലിയ ജനക്കൂട്ടങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ, നമ്മൾ പോകുന്ന മാർക്കറ്റുകളിൽ, ജോലിസ്ഥലങ്ങളിൽ, എല്ലായിടത്തും ഒത്തിരിയേറെ ശബ്ദവും ബഹളവും ആൾക്കൂട്ടവും നിറഞ്ഞ അന്തരീക്ഷങ്ങളാണ്. മറിച്ച് ഈ സ്ഥലങ്ങളിലെല്ലാം ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ടെൻഷനും ഭാരവും അസ്വസ്ഥതയുമൊക്കെ കൂടാനുള്ള സാധ്യത ഒട്ടനവധിയാണ്. എന്നാൽ ശാന്തമായ സ്ഥലങ്ങളിലേക്ക് പിൻവാങ്ങി നമ്മൾ രഹസ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ വലിയ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന് വലിയൊരു ദൈവാനുഭവത്തിലേക്ക് വന്ന ഒരു വീട്ടമ്മയുടെ ജീവിത അനുഭവം അച്ഛൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സ്ത്രീ മാനസികമായിട്ടുള്ള വലിയ പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വീട്ടിൽ ശക്തിപ്പെട്ടു. പലതരത്തിലുള്ള രോഗങ്ങൾ അവരുടെ കുടുംബത്തിലുള്ളവരെ മാറി മാറി പിടികൂടുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ശരീരത്തിനും മനസ്സിനും സ്വസ്ഥതയില്ലാതായി. കുടുംബത്തിൽ പ്രതിസന്ധികളൊക്കെ പെരുകി. അവർ ഒട്ടനവധി ധ്യാനങ്ങൾക്ക് പങ്കെടുക്കാൻ പോകുന്നു, കൗൺസിലിങ്ങിന് പോകുന്നു. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു ശമനമുണ്ടെങ്കിലും ഈ പ്രശ്നത്തെ അവർക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ കാലയളവിലാണ് ഇവർ ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ വേണ്ടി ഒരു വൈദികൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ ഈ വൈദികൻ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: തൽക്കാലം കുറച്ച് നാളുകൾക്ക് നിങ്ങൾ ശാന്തമായിട്ടിരുന്നൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു നിത്യാരാധന പള്ളിയൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയിരുന്ന് ശാന്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഈ വൈദികൻ അവരെ ഉപദേശിക്കുകയാണ്. ഈ സ്ത്രീ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുന്ന സമയം അച്ഛൻ പറഞ്ഞതാണ്, നീ വേറെ ഒന്നും ചിന്തിക്കണ്ട, നീ വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട, നീ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ ശാന്തമായി സ്വസ്ഥമായിട്ട് നോക്കിയിരിക്കുക. നിൻ്റെ മനസ്സിലുള്ള എല്ലാ ഭാരവും ദുഃഖവും നിനക്ക് പറയാനുള്ളതെല്ലാം ദൈവം അറിയുന്നുണ്ടല്ലോ. നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ ആഗ്രഹങ്ങൾ പിതാവ് അറിയുന്നുണ്ടല്ലോ. നീ ശാന്തമായിട്ട് ഈശോയുടെ മുമ്പിൽ ഇരിക്കുക. പ്രിയപ്പെട്ടവർ, ഈ സ്ത്രീ പറഞ്ഞു, ആദ്യത്തെ ദിവസം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേറ്റ് പോരണമെന്ന് തോന്നി. എനിക്ക് അരമണിക്കൂർ പോലും ഇരിക്കാൻ പറ്റിയില്ല, ഞാൻ എഴുന്നേറ്റ് പോന്നു. പിറ്റേ ദിവസം ഞാൻ ചെന്ന് കുറേ നേരം ഇരുന്നു. എനിക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിലേക്ക് 100,000 ചിന്തകൾ കടന്നു വരുന്നു, പലതരത്തിലുള്ള പല വിചാരങ്ങൾ കടന്നു വരുന്നു, അസ്വസ്ഥപ്പെടുന്നു. പക്ഷേ കുറച്ച് സമയം കൂടെ കൂടുതൽ ഞാൻ ഇരുന്ന് നോക്കി. ഈ സ്ത്രീ പറഞ്ഞു, ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു 2-3 മണിക്കൂറുകൾ അങ്ങനെ ശാന്തമായിട്ട് ഈശോയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയുടെ സാക്ഷ്യം ഇങ്ങനെയാണ്. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവർ പറയുകയാണ്, എൻ്റെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങി.
പല വിചാരങ്ങൾ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റി. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എന്തോ വലിയൊരു ഭാരം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും അകന്ന് പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു 2-ാമത്തെ മാസമായപ്പോഴേക്കും എൻ്റെ ഉള്ളിലിരുന്ന് ആരോ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ദൈവത്തിൻ്റെ സ്വരം എനിക്ക് കേൾക്കാൻ പറ്റുന്നു. കർത്താവ് പറയുന്നതനുസരിച്ച് ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളെ, വീട്ടിൻ്റെ ചുറ്റുപാടുകളെ, ജോലി മേഖലകളെ ഞാൻ ക്രമീകരിക്കാൻ തുടങ്ങി. അതുവരെയും ഞങ്ങൾ വീട്ടിൽ ഒത്തിരിയേറെ ബഹളം വയ്ക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു, പരാതി പറയുന്നു. അതിൽ നിന്നൊക്കെ മാറി ദൈവം എന്താണോ പറയുന്നത് അത് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയുടെ ജീവിത അനുഭവം ഇങ്ങനെയാണ്. ഏകദേശം 6 മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും അവർക്ക് ലഭിക്കാൻ തുടങ്ങി. ജീവിതത്തിൻ്റെ കാര്യങ്ങളെ ദൈവത്തോട് ചേർന്ന് ആലോചിച്ച് അവർ ക്രമീകരിക്കാൻ തുടങ്ങി. സാവധാനത്തിൽ ആ കുടുംബം സാമ്പത്തികമായും ആത്മീയമായും ഭൗതികമായും ഒക്കെ പ്രതിസന്ധികളെ അതിജീവിച്ച് അവർ കരകയറാൻ വേണ്ടി തുടങ്ങി. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് ശാന്തമായി ഈശോയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാർമേഘങ്ങൾ മുഴുവനും പെയ്തൊഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പുതിയ നവീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. ഈ രഹസ്യ പ്രാർത്ഥനയിലേക്ക്, ശാന്തമായ പ്രാർത്ഥനയിലേക്ക് കർത്താവ് ഇന്നേ ദിവസം നമ്മളെ ക്ഷണിക്കുകയാണ്. നമുക്ക് സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഈ പ്രാർത്ഥന അനുഭവത്തെ സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും.